ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സാലഡാണ്. നമ്മളിന്ന് ചെയ്യുന്നത് കോൾസ്ലോ സാലഡാണ്. അതൊരു സൈഡ് സാലഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഗ്രിൽ ചിക്കൻ്റെ കൂടെയോ അല്ലെങ്കിൽ ക്രം ഫിഷിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ വെച്ചിട്ട് നമ്മൾ റാപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കാനൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. വളരെ സിമ്പിൾ സാലഡ്. നമുക്കൊരു 5 minutes കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് അത്. അത് നമ്മൾ ക്യാബേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഞാനിന്ന് ഒരു 250 gram ക്യാബേജിൻ്റെ കോൾസ്ലോ ആണ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ജൂലിയൻ അരിയണം. നമ്മൾ വളരെ തിന്നായിട്ടാണ് അരിയണത്. നമ്മൾ ഒന്നല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ അരിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അരിഞ്ഞ് വളരെ തിന്ലി ആയിട്ട് എടുക്കാം. നമുക്ക് തിന്ലി സൈസ് ചെയ്തെടുക്കാം, ലൈക്ക് ജൂലിയാനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഞാൻ ക്യാബേജ് അരിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം, അത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ജൂലിയൻ അരിയണ പോലെ. നമ്മൾ അതിൻ്റെ ഒരു കട്ടിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്, ജൂലിയൻ എന്ന്. അപ്പോൾ അതേപോലെ നമ്മൾ അരിയാണ്. ഇനി ഇത് നമ്മളൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കഴുകി വാരി എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിന് ക്യാരറ്റ് എടുത്തോണ്ട്, നമ്മൾ ഇപ്പോൾ ക്യാബേജ് അരിഞ്ഞ പോലെ തന്നെ വളരെ തിന്നായിട്ട് തന്നെ ഈ ക്യാരറ്റ് വരും. പിന്നെ നമുക്ക് വേണ്ടത് 1 tablespoon ഫ്രഷ് ലൈമാണ് വേണ്ടത്. പിന്നെ 1 cup മയോണൈസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 teaspoon കുരുമുളക് പൊടി. അത് ഫ്രഷ് കുരുമുളക് തന്നെ ഞാൻ പൊടിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ക്യാബേജും ഇവിടെ കഴുകി വാരി വെച്ചാണ്. നമ്മളൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ്, താല്പര്യമുള്ളവർ കഴിയാൻ മതി. ഞാൻ പിന്നെ അങ്ങനെ ക്യാബേജ് ആയതുകൊണ്ടൊന്ന് കഴിയുന്നുള്ളൂ. ഇനി ഞാൻ ആ മയോണൈസിലേക്ക് ആ 1 tablespoon ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്. അപ്പം ഞാനൊരു 1/2 teaspoon ഉപ്പ്, ഒരു 1/2 teaspoon ഫ്രഷ് കുരുമുളക് പൊടിച്ചത് ഒന്ന് മിക്സ് ചെയ്താൽ നല്ലതായിട്ട്. ഇനി നമ്മൾ ഈ എടുത്തു വെച്ച മയോണൈസും എല്ലാം മിക്സറും കൂടി നമ്മൾ ഇതുമായിട്ടൊന്ന് നന്നായിട്ട് ചേർക്കുവാണ്. അങ്ങനെ കോൾസ്ലോ റെഡിയായി. ഇത്ര പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞു. ഇനി ഞാനതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. നമ്മൾ സാധാരണ ഒരു റാപ്പ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വെച്ചേക്കേണ്ടതാണ് ശരിക്കും. കാരണം അതിൻ്റെ മയോണൈസൊക്കെ ഈ ക്യാബേജിൽ പിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇരിക്കണം. പക്ഷേ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റണമെന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കഴിക്കാം. അല്ലാത്തവർ ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് റാപ്പ് ചെയ്ത്, നമ്മൾ ആ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ കോൾസ്ലോ റെഡി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ തീർച്ചയായും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിന് കിട്ടും. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ എല്ലാ അപ്ലോഡ്സും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.